ഹായ് മക്കളെ, എല്ലാവർക്കും സുഖമല്ലടാ. സോ ഈ വീഡിയോയ്ക്കകത്ത് +1 ഫിസിക്സിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഡെറിവേഷൻ ചുരുങ്ങിയ സമയത്ത് കൊണ്ട് നമ്മൾ സെറ്റ് ആക്കി എടുക്കാൻ പോവാണ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഗ്രാവിറ്റേഷൻ ആണ്. സോ ഗ്രാവിറ്റേഷനിൽ ഏതാണാ മക്കളെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഡെറിവേഷൻ? അത് തന്നെ എസ്കേപ്പ് സ്പീഡ്. ഏകദേശം 4 മുതൽ 5 മാർക്ക് വരെ വെയിറ്റേജ് വരുന്ന ഒരു കൊമ്പൻ ഡെറിവേഷൻ ആണ് ഈ പറയുന്ന എസ്കേപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. സോ ഈ ഡെറിവേഷൻ ആണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്കിയിട്ട് മനസ്സിലാക്കി പഠിക്കാൻ പോകുന്നത്. ഒരിക്കലും മഗ്ഗപ്പ് ചെയ്യല്ല, ഓരോ സ്റ്റെപ്പുകളും നമ്മൾ ഇന്ന് മനസ്സിലാക്കി തന്നെ പഠിക്കാൻ പോവാണ്. സോ ആദ്യം ആ പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് എസ്കേപ്പ് സ്പീഡ് എന്ന് പറയുന്നത്? നമ്മൾ ഭൂമിയിൽ നിന്ന് ഒരു കല്ലെടുത്ത് എറിയാന്ന് വിചാരിക്കാം, റൈറ്റ്? ഒരു കല്ലെടുത്ത് എറിഞ്ഞു, ആ കല്ല് വീണ്ടും താഴോട്ട് തന്നെ വരും. ഒന്നുകൂടി ആഞ്ഞെറിഞ്ഞാലോ? എന്നാലും താഴോട്ട് തന്നെ വരും. എന്നാൽ നമ്മളൊരു വസ്തു ഭൂമിയിൽ നിന്ന് പ്രൊജക്ട് ചെയ്തിട്ട് ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിനെ മറികടന്ന് ഇൻഫിനിറ്റിയിലോട്ട് പോവാൻ ആ വസ്തുവിന് ആവശ്യമുള്ള മിനിമം സ്പീഡിനെയാണ് മക്കളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? എസ്കേപ്പ് സ്പീഡ് എന്ന് വിളിക്കുന്നത്. കാരണം നമ്മൾ എന്ത് വസ്തു എറിഞ്ഞാലും ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് മൂലം അത് പിന്നെയും വീണ്ടും താഴോട്ട് തന്നെ വീഴും. എന്നാൽ അതിനെ മറികടന്ന ഒരു വസ്തുവിന് പുറത്തോട്ട് പോകണമെങ്കിൽ അതിനൊരു മിനിമം സ്പീഡ് ആവശ്യമുണ്ട്. ആ മിനിമം സ്പീഡിന്റെ എക്സ്പ്രഷൻ ആണ് നമ്മൾ ഇപ്പോൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്, റൈറ്റ്? ഇനി നമുക്ക് നമ്മുടെ ഡെറിവേഷനിലോട്ട് കടക്കാം. ഡെറിവേഷനിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒരു ബേസിക് ആയ കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിനകത്ത് വേണം. അതൊന്നുമില്ല, ഒരു കല്ല് തന്നെയാണ് മകളെ. നിങ്ങൾ ഒരു കല്ല് അസ്യൂം ചെയ്യുക. ആ കല്ലിന്റെ മാസ് എന്ന് പറഞ്ഞാൽ സ്മോൾ m ആണ്. ആ കല്ല് നിസ്സാരക്കാരനല്ല. ഭൂമിയുടെ സെന്ററിൽ നിന്ന് x ഉയരത്തിലാണ് ആ കല്ലിരിപ്പുള്ളത്. ഭൂമിയുടെ സെന്ററിൽ നിന്ന് x ഉയരത്തിൽ ഇരിക്കുന്ന കല്ലാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. യെസ് മക്കളെ, ആ കല്ലിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആക്ട് ചെയ്യും. എല്ലാവർക്കും അറിയുന്നതാണ്. യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ആ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചതുമാണ്. എന്താണ് മക്കളെ ഈ x ഉയരത്തിൽ ഇരിക്കുന്ന കല്ലിൽ ഭൂമി കൊടുക്കുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ്? യെസ്, F equal to Gmm/x². m എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് എർത്ത് ആണ്, സ്മോൾ m എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് കല്ലാണ്, x എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ സെന്ററിൽ നിന്ന് കല്ലിലോട്ടുള്ള ദൂരമാണ്. ക്ലിയർ അല്ലേ? ഒന്നാമത്തെ സ്റ്റെപ്പ് സെറ്റ് അല്ലടാ മക്കളെ, യാതൊരുവിധ സംശയവും ഇല്ലാലോ. അടുത്തത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ x ഉയരത്തിൽ ഇരിക്കുന്ന കല്ലിനെ എനിക്ക് dx ദൂരം ഡിസ്പ്ലേസ് ചെയ്യണം. എത്ര ദൂരം വേണം? dx എന്ന് പറയുന്ന സ്മോൾ ഡിസ്റ്റൻസിൽ എനിക്ക് അതിനെ ഡിസ്പ്ലേസ് ചെയ്യണം. അതിനു വേണ്ടി ഞാൻ എന്തോരം വർക്ക് ചെയ്യണം എന്നാണ് അടുത്ത സ്റ്റെപ്പ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമ്പർ 2 dw small work equal to force already കണ്ടുപിടിച്ചു, gmm/x² into displacement dx. എന്റെ മക്കളെ, നമുക്ക് സ്മോൾ ഡിസ്റ്റൻസിലാണോ ഈ കല്ലിനെ ഡിസ്പ്ലേസ് ചെയ്യേണ്ടത്? ഒരിക്കലും അല്ല. നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ആ കല്ലിനെ ഭൂമിയുടെ സർഫേസിൽ നിന്ന് ഇൻഫിനിറ്റിയിലോട്ടാണ് പറഞ്ഞയക്കേണ്ടത്. ശരിയല്ലേ? ഭൂമിയുടെ സർഫേസിൽ നിന്ന് ആ കല്ലിനെ നമുക്ക് ഇൻഫിനിറ്റിയിലോട്ട് പറഞ്ഞയക്കണം. യെസ്. സോ അതിനു വേണ്ടി നമുക്ക് ടോട്ടൽ വർക്ക് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ വി ഹാവ് ടു ഇന്റഗ്രേറ്റ് ഓൺ ബോത്ത് സൈഡ്സ്. യെസ്, അടുത്ത സ്റ്റെപ്പിൽ രണ്ട് സൈഡ് നമ്മൾ എന്ത് ചെയ്തു? ഇന്റഗ്രേറ്റ് ചെയ്തു. അതിൽ വലതുവശം ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ലിമിറ്റ് അപ്ലൈ ചെയ്യണം. എന്താണ് ലിമിറ്റ്? യെസ്, ഇന്റഗ്രൽ ഓഫ് r ടു ഇൻഫിനിറ്റി. എങ്ങനെയാണ് ആറിൽ നിന്ന് ഇൻഫിനിറ്റിയിലോട്ട് വന്നത്? സംശയം കാണും. എടാ മക്കളെ, ഭൂമിയുടെ സെന്ററിൽ നിന്ന് സർഫേസ് എത്ര ദൂരം അകലെയാണ്? r ഡിസ്റ്റൻസ് അകലെയാണ്. ഇൻഫിനിറ്റി ആണെങ്കിലും അത് ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് അകലെയാണ്. സോ അതിനാൽ തന്നെ നമ്മുടെ ലിമിറ്റ് എന്താണ് മക്കളെ? r ടു ഇൻഫിനിറ്റി. സെറ്റ് ആണേടാ? സെറ്റ് ആണേടാ? യെസ്. dw ന്റെ ഇന്റഗ്രൽ എന്താണ് മക്കളെ? ക്യാപിറ്റൽ W അഥവാ ടോട്ടൽ വർക്ക് ആണ്. ഇനി നമ്മുടെ വലതുവശത്തോട്ട് കടക്കട, അല്ലെങ്കിൽ ആ വശം നിങ്ങൾ നോക്കണ. അവിടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തതിനു മുമ്പ് ഇന്റഗ്രലിനകത്തുള്ള കോൺസ്റ്റൻസിനെ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? പുറത്തോട്ട് എടുക്കണം. അവിടെ ആരൊക്കെയാണ് ആ കോൺസ്റ്റൻസ് വരുന്നത്? യെസ്, G ഒരു കോൺസ്റ്റന്റ് ആണ്. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് അഥവാ G, അവൻ കോൺസ്റ്റന്റ് ആണ്. അവനെ നമ്മൾ പുറത്തെടുക്കേണ്ടതുണ്ട്. മാസ് ഓഫ് എർത്ത് അതും കോൺസ്റ്റന്റ് ആണ്. മാസ് ഓഫ് ദ സ്റ്റോൺ അഥവാ കല്ലിന്റെ മാസ് അവനും കോൺസ്റ്റന്റ് ആണ്. ആ മൂന്ന് ആശാന്മാരെ നമ്മൾ പുറത്തെടുക്കുന്നു. അപ്പൊ ഇക്വേഷൻ എങ്ങനെ മാറുന്നു മക്കളെ? gmm into integral r to infinity 1/x² dx. പക്ക സെറ്റ് ആണോടാ ഇക്വേഷൻ? അടുത്ത സ്റ്റെപ്പിനകത്ത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 1/x² അങ്ങനെ ആശാന വെച്ചാൽ ശരിയാവൂല. നമുക്ക് അവരെ ഒന്ന് മാറ്റി പിടിക്കാൻ കടാ. 1/x² എങ്ങനെ എഴുതാം? x⁻⁻2 എന്ന് എഴുതാം.
ശരിയല്ലേ? 1/x³ ആണെങ്കിൽ x⁻³ എന്ന് എഴുതുന്നത് പോലെ തന്നെയാണ്. 1/x ആണെങ്കിൽ x⁻⁻1 എഴുതുന്നത് തുല്യമാണ്. 1/x² എങ്ങനെ എഴുതാം? x⁻⁻² എന്ന് എഴുതാം. So here comes another equation. W = GMM integral r to infinity x⁻⁻2 dx. ഇനി ഇന്റഗ്രേഷന്റെ കളിയാണ്. എനിക്കറിയാം മക്കളെ, +2 നിങ്ങൾ പഠിക്കുന്ന ഒരു ആശാനാണ് ഇന്റഗ്രേഷൻ. എന്നാൽ +1 ഫിസിക്സിൽ അവരെ ഉപയോഗിച്ച് ഒരു ഡെറിവേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ പുലിയായിരിക്കണം. സോ എങ്ങനെ ചെയ്യണമെന്ന് സാറ് പറഞ്ഞു തരാം, എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഒരു ജനറൽ ഇക്വേഷൻ നിങ്ങൾ മനസ്സിലാക്കുക. ഇന്റഗ്രൽ ഓഫ് x⁻n dx എന്ന് പറഞ്ഞാൽ x⁻n+1/n+1 ആണ്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇന്റഗ്രൽ ഓഫ് x² dx എന്ന് പറഞ്ഞാൽ x⁻2+1/2+1 ആണ്. മറ്റൊരു എക്സാമ്പിൾ, ഇന്റഗ്രൽ ഓഫ് x³ dx എന്ന് പറഞ്ഞാൽ x⁻3+1/3+1 ആണ്. അങ്ങനെയാണെങ്കിൽ what is the integral of x⁻2 dx? x⁻2+1 divided by -2+1. So നമ്മുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം മക്കളെ? W = GMM. ഇനി ഇന്റഗ്രേഷൻ ഇടണ്ട. ബ്രാക്കറ്റിനകത്ത് x⁻2+1 divided by -2+1. ലിമിറ്റ് ഉണ്ടേടാ, ലിമിറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് ലിമിറ്റ് എന്താണ്? r to infinity. സെറ്റിലാടാ മക്കളെ, കാര്യം വൃത്തിയായി മനസ്സിലായില്ലേ? ഇനി പറയടാ, എന്താണ് -2+1 എന്ന് പറഞ്ഞാൽ? -1 ആണ്. സോ ഇക്വേഷൻ അഗൈൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. W = GMM സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് x⁻⁻1 divided by -1 സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക r to infinity. അടുത്ത സ്റ്റെപ്പ് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാം. ഡിനോമിനേറ്ററിലുള്ള ഈ -1 എടുത്ത് നമുക്ക് പുറത്തോട്ട് ഇടാം മക്കളെ. സോ ഇക്വേഷൻ വിൽ ബി ലൈക്ക് ദിസ്. W = GMM. ആ മൈനസ് ഫ്രണ്ടിലോട്ട് ഇടുന്നത്. സോ -GMM ബ്രാക്കറ്റിനകത്ത് x⁻⁻1 ലിമിറ്റ് r to infinity. ഫ്രണ്ടിൽ ആ മൈനസ് നമ്മൾ ഇട്ടത് നിങ്ങൾ ശ്രദ്ധിക്കുക തന്നെ വേണം. അതിനുശേഷം x⁻⁻1 അല്ലടാ, അവനെ ഒന്നുകൂടി ഭംഗിയാക്കി നമുക്ക് എങ്ങനെ എഴുതാം? 1/x എന്ന് എഴുതാലോടാ. യെസ്, അടുത്ത സ്റ്റെപ്പിൽ x⁻⁻1നെ 1/x എന്ന രീതിയിലാണ് നമ്മൾ മാറ്റി എഴുതാൻ പോകുന്നത്. സോ ഇക്വേഷൻ വിൽ ബി W = -GMM സ്ക്വയർ ബ്രാക്കറ്റിൽ 1/x ലിമിറ്റ് r to infinity. സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ലിമിറ്റ് ഇടുക r to infinity. സെറ്റ് അല്ലടാ? അതിനുശേഷം ഇനി നമ്മൾ ലിമിറ്റ് ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ ഇക്വേഷൻ വിൽ ബി W = -GMM ബ്രാക്കറ്റിനകത്ത് എന്താണ് വരിക? 1/infinity. കാരണം ഈ പറഞ്ഞ എക്സിന് പകരം ലിമിറ്റ് അപ്ലൈ ചെയ്യുവാണ്. സോ 1/infinity -1/r. പക്കയല്ലേ മക്കളെ? കാര്യം വൃത്തിയായി മനസ്സിലായോ? എന്താടാ മക്കളെ 1/infinity? 0. മൊട്ട ഇട്ട് വെക്കുക. സോ ബാക്കി എന്ത് വരും? W = -GMM ബ്രാക്കറ്റിനകത്ത് -1/r മാത്രം. മൈനസും പ്ലസ്. സോ വാട്ട് വിൽ ബി ഈക്വൽ ടു GMM/r. പക്കയല്ലടാ മക്കളെ? വൃത്തിയായി കാര്യം മനസ്സിലായോ? സെറ്റ് അല്ലടാ? സോ അതങ്ങ് ഒരു പെട്ടിയൊക്കെ ഇട്ട് അന്തസാക്കി വെക്കുക. ഈ വർക്കാണ് ആ പറയുന്ന കല്ലിനകത്ത് കൈനറ്റിക് എനർജിയായി സ്റ്റോർ ചെയ്യപ്പെടുന്നത്. എന്തായിട്ട്? കൈനറ്റിക് എനർജി. അതുകൊണ്ടല്ലടാ ഈ കല്ലിന് ഇത്രയും സ്പീഡിൽ അങ്ങ് മുകളിലോട്ട് പോകാൻ പറ്റുന്നത്. യെസ്, സോ ആ കൈനറ്റിക് എനർജിയും ഈ വർക്കും ഈക്വൽ ആണ്. ഇനി നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. കൈനറ്റിക് എനർജി വിൽ ബി ഈക്വൽ ടു വർക്ക്. കമോൺ ഗൈസ്, എന്താണ് ഈ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ? നമുക്ക് എല്ലാവർക്കും അറിയാം, ½ mv² ആണ്. ഇവിടെ v എന്ന് കൊടുത്താൽ മതിയോടാ? പോരാ, അതിന് പകരം v സഫിക്സിൽ ഒരു e കൂടി ഇട്ട് കൊടുക്കണം. എന്താ സാറേ? ഈ എസ്കേപ്പ് സ്പീഡ് അല്ലടാ, അതുകൊണ്ട് ½ mve² എന്ന് കൊടുക്കണം. ഈക്വൽ ടു GMM/r എന്ന് വരും. ഈക്വൽ ടു GMM/r. ക്ലിയർ അല്ലടാ മക്കളെ? കാര്യം വൃത്തിയായി മനസ്സിലായോ? യാതൊരുവിധ സംശയവുമില്ലാലോടാ? റൈറ്റ്. അടുത്ത സ്റ്റെപ്പിനകത്ത് രണ്ട് സൈഡുമുള്ള m അങ്ങ് വെട്ടി അങ്ങ് നിരത്തുക. ബാക്കി എന്താ ഉള്ളത്? ½ ve² ഈക്വൽ ടു GM divided by r. GM divided by r. ക്ലിയർ അല്ലടാ മക്കളെ? അതിനുശേഷം ve² ഈക്വൽ ടു ഈ പറയുന്ന 2 നമുക്ക് അപ്പുറത്ത് പോകുമ്പോ 2GM/r എന്ന് വരും. 2GM/r. അങ്ങനെയാണെങ്കിൽ VE അഥവാ എസ്കേപ്പ് സ്പീഡ് ഈക്വൽ ടു √2GM/r. വേണമെങ്കിൽ ഇത് മഞ്ഞ പെയിന്റോ അല്ലെങ്കിൽ പെട്ടിയൊക്കെ ഇട്ട് നിങ്ങൾക്ക് ഇവിടെ നിർത്താം.
എന്നാൽ നമ്മൾ ഇവിടെ നിർത്തൂലടാ മക്കളെ, നമ്മൾ അതിനെ ഒന്നുകൂടി അങ്ങ് സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. കാരണം നമുക്കറിയാം acceleration due to gravity G equal to gm by r square ആണ്. So gm can be replaced by gr square. ശരിയല്ലടാ? So gr square എന്ന നിലയ്ക്ക് നമുക്ക് gm നെ റീപ്ലേസ് ചെയ്യാം. So escape speed equal to root of 2gr square divided by r. ആറും r സ്ക്വയറിൽ ആറും ക്യാൻസൽ ചെയ്യാം. So escape speed will be equal to root of 2gr. കഴിഞ്ഞ മക്കളെ ഇത്രയേ ഉള്ളൂ. ഇതാണ് എസ്കേപ്പ് സ്പീഡിന്റെ ഫൈനൽ ഇക്വേഷൻ. ഒരു ബോക്സ് ഒക്കെ ഇട്ട് അന്തസാക്കി എടുത്തു വെക്കുക. VE അഥവാ എസ്കേപ്പ് സ്പീഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 സ്മോൾ g അഥവാ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു r അഥവാ റേഡിയസ് ഓഫ് ദ എർത്ത്. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ഇതിൽ നിന്ന് നമുക്ക് ഇത് മനസ്സിലാക്കാം. escape speed is independent on mass of the object എന്ന് മനസ്സിലാക്കാം. സോ ഇതാണ് നമ്മുടെ ഡീറ്റെയിൽഡ് ഡെറിവേഷൻ. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇപ്പൊ എന്റെ മക്കൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇതുപോലെ എഴുതുന്നതിനാണ് മക്കളെ നിങ്ങൾക്ക് 4 മാർക്ക് ലഭിക്കാൻ പോകുന്നത്. ഉറപ്പായും പഠിക്കുക. സോ സാർ ഇപ്പൊ ഒറ്റ സ്ട്രെസ്സിലാണ്, ഒരു പേനയും പേപ്പറും പോലും ഇല്ലാതെയാണ് സാർ ഈ ഡെറിവേഷൻ പറഞ്ഞത്. ഇതുപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ +1 ഫിസിക്സിലുള്ള എല്ലാ ഡെറിവേഷൻസും സാറ് മനസ്സിലാക്കിയ പോലെ മക്കളെ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അടിപൊളിയായി പഠിക്കാൻ പറ്റും. ഇതുപോലുള്ള എളുപ്പമുള്ള ട്രിക്കി വീഡിയോസുമായി അല്ലെങ്കിൽ എളുപ്പത്തിൽ എങ്ങനെ ഡെറിവേഷൻസ് ക്രാക്ക് ചെയ്യാം എന്ന് തുടങ്ങിയ വീഡിയോസുമായി സാർ വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ എന്റെ മക്കൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഉറപ്പായും നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ, ഇത്രയും എഫേർട്ട് നമ്മൾ ഓരോ കണ്ടന്റ് വീഡിയോസ് തരുന്നത് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കുകൾക്ക് വേണ്ടി തന്നെയാണ്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യാം മക്കളെ. സോ വീണ്ടും കാണാം.